പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ഷെഫ്രി ബാബിയുടെ റൂം ടൂർ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഹോം ടൂറിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു മേക്ക് ഓവർ എത്തിയിട്ടുണ്ട്. ഇപ്പൊ രണ്ട് റൂം കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കൊറേ മെസ്സേജ് വന്നോണ്ട് സത്യം കൊറേ വന്നിട്ട് ഞാൻ കാണിച്ചുതരാം. വീഡിയോ വന്നാണ് ഞങ്ങൾ എടുക്കണത്. പിന്നെ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോഴും റൂമൊക്കെ കണ്ടപ്പോ ചോദിക്കുന്നുണ്ട് റൂം ടൂർ കാണിക്കുന്നൊക്കെ. അപ്പൊ നമുക്ക് ഇവരെ റൂമും ഞാൻ കൊറേ പറഞ്ഞില്ല. ഇവരെ റൂമും കാണിക്കണം. പിന്നെ ഉപ്പാന്റെ ഉമ്മാന്റെ റൂമും സെറ്റ് ആക്കി സെറ്റ് ആക്കി ഉപ്പാന്റെ റൂം അവർ വരുന്നതിന് എന്താണ് സെറ്റ് ആക്കിയത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് എൻട്രൻസ്. അപ്പൊ ഇതാണ് റൂം. ഇതിന്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ പെറ്റാണ്. ഈ റൂം ആദ്യം എങ്ങനെയാണെന്ന് പെറ്റാണെങ്കിൽ നമ്മള് ഇതിൽ കാണിക്കട്ടാ. ഹോം ടൂറിലുണ്ട്. അതിനൊരു എഡിറ്റ് ചെയ്യുമ്പോ ചെറിയൊരു കട്ടതില് കൊടുക്കാം. അപ്പൊ ഇതിന്റെ മെയിൻ ആള് നമ്മുടെ ക്യാമറമാനായ അസീസ് പീസി ആണ്. അതായത് ഹസിക്ക. ഇതിന്റെ പിന്നെ ഹാഫ് പെയിന്റും ഹാഫ് സ്റ്റിക്കറും ആണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫുൾ അസ്കാന്റെ ഐഡിയ ആണ് കേട്ടോ. ഇല്ല പിന്നെ എഞ്ചിനീയർ ആയ കാരണം നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു റൂമില് മൊത്തം സെറ്റിങ്സ് ഒക്കെ മാറ്റിയിരിക്കണ്. അപ്പൊ ഒരു സൈഡിൽ നമ്മൾ തച്ചെടുക്കും. ഇത് ചെയ്തതായാലും ഐഡിയ ആയാലും ഒക്കെ തന്നെയാണ്. പെയിന്റ് അടിക്കാൻ അബുട്ടി അവരൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാരും കൂടെ തന്നെയാണ് ചെയ്തത്. എന്റെ ഭർത്താവ് പിന്നെ ഈ കട്ടലിന്റെ ഈ സാധനമൊക്കെ എന്റെ ഭർത്താവിന്റെ സ്പോൺസർ. ജാഫർക്ക് എല്ലാരും ഐഡിയ സ്കാൻഡിയാണ്. പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തൊക്കെ ഇവർ രണ്ടാളും പോയിട്ടാണ്. സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഫർണിച്ചറൊക്കെ പർച്ചേസ് ചെയ്തത് ഐക്യന്നാണ് കേട്ടോ. മസ്കറ്റ് അവന്യൂസ് മാളിലുണ്ട്. പിന്നെ ഈ കട്ടലൊന്നും പുതിയതല്ല, അതൊക്കെ പഴയതാണ്. കട്ടില് പഴയതാണ്. ഇതൊക്കെ പുതിയത് വെച്ചത് അത് കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയതാട്ടെ ഇവര്. പിന്നെ ഇതിലൊരു പണിക്കാർ പോലും വന്നിട്ടില്ല. അത് ഫുൾ അതാണ് 4 ആളാണ്. അപ്പൊ അവർക്ക് 4 ആൾക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും എല്ലാ പണിയാറ്. 4 ആൾക്കും അതെ എല്ലാ പണിയാറ്. വേണം വിചാരിച്ച ഇലക്ട്രിക് ആയാലും പെയിന്റിംഗ് ആയാലും എല്ലാ പണി 4 ആൾക്കാർ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് വീട്ടിൽ ഒരുവിധം പണിക്കൊന്നും പുറത്തുനിന്ന് അവിടെ പൈപ്പ് പൊട്ടിയാലൊക്കെ ഇവരാണ് റെഡി ചെയ്യൂല. ഇതുവരെ ശരിയാക്കി തന്നിട്ടില്ല. ഇങ്ങനെ പാട്ട് പാടും. അപ്പൊ കാണാം. ഞങ്ങൾക്ക് മെയിൻ ആവശ്യമുള്ളതാണ് ചെരുപ്പ് വെക്കാൻ സ്റ്റാൻഡ്. ഇത് അസ്കനെ പറഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കിച്ചതായിട്ടാ. ഇനി ഇതില് ഇത് സെബ്രയുടെ സ്പ്രേ കളക്ഷൻസ്. ഇത് നല്ല ഇഷ്ടമാണ് സ്പ്രേ. ഞാൻ താഴെപ്പോഴേക്ക് വരാറുള്ളതൊന്നും കണ്ടിട്ടില്ല. ഇത് പഠിപ്പ് സെറ്റ് ചെയ്തത് ഇതെനിക്ക് ഇതിന്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഞാനത് നഷ്ടപ്പോയപ്പോ കണ്ടില്ല. നല്ല മണാണ് ഗൈസ്. കുറച്ചൊക്കെ വടിയുണ്ട് കേട്ടാ. സ്പ്രേ തലത്തി മോഡലാണ്. ഇപ്പൊ പറയാ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടം ഗൈസ്. സ്പ്രേനും മണം. അതുകൊണ്ട് ഇവിടെ ബാബി താഴെ റൂമിൽ താഴെ വന്ന ഒരു ആർട്ടിഫിഷ്യൽ മണവും ലോഷൻ അങ്ങനത്തെ ഫുൾ നല്ല ഇഷ്ടം സ്മെല്ല് മണക്കാൻ. പിന്നെ ഫ്രെയിമിൽ ഫോട്ടോ വെച്ചിട്ടില്ല. കൊറേ ദിവസമായി ഞാൻ സ്കാർഡ് ഫോട്ടോ വെക്കാൻ പറയണേ. അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ നീണ്ടു പോയത്. വീഡിയോ എടുക്കലല്ലേ. ഇതൊക്കെ അയക്കണം. ഇതൊക്കെ അയക്കുന്നത്. ഇതൊക്കെ നമ്മുടെ അധികം റേറ്റ് ഇല്ല കേട്ടോ. ഇതിനൊക്കെ 200 പൈസ ഉള്ളൂ. ഈ ഇവിടെ ഉള്ള ഈ ഐറ്റംസ് ഫുൾ അയക്കണം. ഇതൊക്കെ ഒരു സ്മെല്ലുള്ള ഒരു സാധനമാണ്. പിന്നെ അലമാര. അലമാര ഷാപ്പാണ്. ഇത് എത്രാമത്തെ അലമാര? 4ാമത്തെ ഉണ്ടായിരുന്നു. 3 സോറി. കാരണം ഞങ്ങളൊക്കെ അതിരത്തെ വീട്ടിലാവുമ്പോ ഇതിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ അതിനുള്ളിൽ കൊറേ തട്ടായിട്ട്. ഇതും അസ്കപ്പ് മോഡൽ പറഞ്ഞിട്ട് ഉണ്ടാക്കിച്ചതാണ്. പിന്നെ ഒരു ലൈറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ കറക്റ്റ് മോഡല്. പിന്നെ സോഫ ബീൻ ബാഗ്. നമുക്ക് ഫോണൊക്കെ ആയിട്ട് ഇരുന്ന് കളിക്കാം. പിന്നെ ഇതാണ് ഞങ്ങളുടെ
എഡിറ്റ് ചെയ്യുന്ന സ്ഥലം. അയ്യോ ഇത് ഞങ്ങളുടെ വീട് പ്ലാൻ അസ്കാന്റെ വർക്ക് ഏരിയയാണത് കേട്ടാ. ഞങ്ങക്ക് വീട് ഞങ്ങക്ക് 4 ആൾക്കാർക്കും വീട് പണിയാൻ പോവാണ് ഗൈസ്. അപ്പൊ അതിന് പ്ലാൻ വരക്കാണ് അസ്ക. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ആയാലും ആ പ്രോസസ്സിങ് ആവുന്നുള്ളൂ. പിന്നെ ഇത് അവിടെ ഒരു ഫ്രെയിം ഉണ്ട്, ഇവിടെ ഒരു ക്ലോക്ക്, ഇത് ഇവിടെ ഒക്കെ ഫ്രെയിം വെക്കാണ്ടിട്ടോ. ഒന്നും അസ്ക ഫില്ല് ചെയ്തിട്ടില്ല. അവിടെ ഇവിടെ ഒക്കെ കുറെ ചമർത്തത്. ഈ ഫ്രെയിമിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് എന്താണ് കാണണ്ടെങ്കിൽ ഇത് തല ഇതൊക്കെ അതിന്റെ ഓർഡറിൽ രാത്രി നമുക്ക് ഇങ്ങനെ കിടന്ന് നോക്കുമ്പോഴേ ശരിക്കും പ്രയാസത്തിന്റെ പോലെ തോന്നുന്നു. ഇതിന്റെ കഥ പറഞ്ഞു കൊടുക്ക. അതിന്റെ കഥ എന്താ? അതാണ് മോഡേൺ ആർട്ടാണ്. ഓള് വല്ല പൂവും എന്തൊക്കെ അതൊക്കെ സെലക്ട് ചെയ്യുന്നത്. പൂക്കളെ ഞങ്ങള് വീക്കസ് അറിയാലോ. പിന്നെ ഇവിടെ ഞങ്ങളൊരു ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തിട്ട്. ഈ ഫ്രെയിമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഗ്ലാസ് ഇല്ല. ഇത് ബാനർ പോലെ ഇവിടുത്തെ ചൈനാമാളിയൊന്നും സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. എന്റെ ഇൻസ്റ്റ കാണുന്നവർക്ക് അറിയാം, അവിടെ നിന്നിട്ടാണ് റീൽസ് ചെയ്യാറ്. പിന്നെ ഇവിടെ പിന്നെ മേക്കപ്പ് സാധനങ്ങളാണ്. ഇവിടെ ലോഷൻസ്, അവിടെ എന്റെ ഹെയർ ഡ്രയർ ഒക്കെയാണ്. ഇവിടെയും ഒരു ജനലുണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ നമുക്ക് മുരിങ്ങ കാണാം. അപ്പൊ ഇത്രയൊക്കെ ഒരു ചെറിയ റൂം നമുക്ക് ഉപ്പാന്റെ ഉമ്മാനൊക്കെ കാണാം. ഇതൊക്കെ ഒരു കമ്പനിയിൽ ഉണ്ടാക്കിയിട്ടാ. എന്നിട്ട് സെയിം റൂം തീമിന് പറ്റിയ പെയിന്റ് അടിച്ചു കൊടുത്ത് സ്റ്റിക്കർ ഒട്ടിച്ച കഥയൊക്കെ പറഞ്ഞു കൊടുത്ത്. രാവും പകലും ഇല്ലാണ്ട് അസ്ക കഷ്ടപ്പെട്ടാട്ടോ. ഞാനൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ ഒക്കെ രാത്രി അസ്ക ഫുള്ളായിട്ട് ഇരുന്നിട്ട് ഒട്ടിച്ചതാണ് ഇട്ടത്. ഒരു ദിവസം രാവിലെ ഞാൻ ചെക്കുമ്പോ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. അത്രയാണ്. പിന്നെ അതാ റൂം അസ്ക ഞങ്ങളുടെ റൂമിൽ അതെന്താ കളയാ അസ്ക സമ്മതിക്കുന്നില്ല. പിന്നെ ഒരു ബാത്റൂം പിന്നെ ബാത്റൂം പഴയ തന്നെ ചോറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇനി നെക്സ്റ്റ് ഇവർ റയാന്റെ റൂമും ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. റയാന്റെ റൂമിലും ഈ സെയിം അലമാറുണ്ട്. ജസ്റ്റ് കാണിച്ചാൽ പൊട്ടിക്കാണ്ട് ഇനിയോ. അതുപോലെ റയാന്റെ റൂമും റൂമൊക്കെ ഒപ്പം കാണിച്ചാൽ പോരെ. ഇനി ഇവരെ റൂമൊക്കെ ഇതുപോലെ അല്ല, ഏകദേശം ഓരോ പണിയിൽ നടക്കുകയാണ്. കട്ടലും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര പണിയിലാണ്. വേണ്ടി കട്ടലൊക്കെ കട്ടിലും പെയിന്റ് ഒക്കെ അടിച്ചിട്ട് എല്ലാവരും റൂം ഒരു മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഇനി വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് ഉപ്പാൻ്റെ റൂമിൽ പോവാം അല്ലേ? നമുക്ക് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം കാണാം. അപ്പൊ ഇതാണ് ഉപ്പാൻ്റെ വലിയ റൂം കേട്ടാ. വന്ന് ഈ റൂമിലൊരു വെളിച്ചക്കുറവുണ്ട്. അത് ഈ പെയിന്റിന്റെ തോന്നണില്ല, ലൈറ്റ് ഫസ്റ്റ് ഈ ലൈറ്റ് അല്ലായിരുന്നു ഇവിടെ. ഇവിടെ ഒരു ഓറഞ്ച് ഷെയ്ഡ്. അത് ഈ റൂമിന് ഭംഗിയില്ല. മാറ്റി വൈറ്റ് ബൾബാക്കി. പിന്നെ പിസ്ത പച്ച പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടാ. പെയിന്റ് കൊടുത്തുള്ള ഇവരടിച്ചത് തന്നെയാണ്. ഒരു സൈഡ് സ്റ്റിക്കർ. ഇവരുടെ റൂമിലത്തെ എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടുള്ളത് ഐക്യ തന്നെയായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റും കംഫർട്ടൊക്കെ ലുലുവിനാണ്. ഇത് ഉപ്പയും ഉമ്മയും വരേണ്ട തലേ ദിവസമാണ് കേട്ടോ പണി പണി മൊത്തം കഴിച്ച ഉപ്പയും ഉമ്മയും വരുന്ന തലേ ദിവസമാണ് കേട്ടോ. അതൊരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഗ്രൂപ്പിലൊന്നും ഫോട്ടോ ഒന്നും അയച്ചു തരുന്നില്ല. പിന്നെ ഇതാ രണ്ട് എന്താ പറയാ ലാമ്പ്, 2 ലാമ്പും 2 ചെടിച്ചട്ടിയും ഒക്കെ ഉണ്ട്. സോഫ ഇതൊക്കെ ഇവിടെ
ഇതട്ടാ മക്കള് നാലാളും കൂടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് വൈക്കുന്ന തന്നെയാണ് കേട്ടോ. അലമാര പിന്നെ അവളുടെ അലമാരയാണ്, അതൊന്ന് ജസ്റ്റ് വൈറ്റ് പെയിന്റ് അടിച്ച്. ഇതൊരു താഴെ ഒരു മാറ്റ് ഇട്ട്. ഇത് ടേബിൾ മാത്രമേ ഉള്ളൂ, ചെയറില്ല. ചെയർ നമ്മൾ വേറെ ചെയർ കൊടുത്തിട്ടാണ്. പിന്നെ വരെ മാനത്തെ റൂമിൽ പോലെ സെയിം ഒരു കർട്ടനും ഉണ്ട്. കളർ ചേഞ്ച് ആണോ അതാ? കറക്റ്റാ മേടിച്ചത് ഡ്രാഗൺ മാളിന്നാണ് വർക്ക. ബാബിയസ്കയും കൂടിയിട്ടാ പോയിട്ടുണ്ടായിരുന്നത്. ഇതില് ചെറിയ കബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഈ ടേബിളിന്. അതിന്റെതിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ. 3 മണി. ഒരു സിമ്പിള് റൂം, സിമ്പിള് ഹമ്പിള്. സിമ്പിളായിട്ടുള്ളൊരു റൂമാണ് ഇത്. അതിന്റെ അപ്പാക്കിക്കോ, ഞാൻ എടുക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങള്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയും. ഇനി ഞങ്ങളുടെയൊക്കെ റൂമിന് ചെറുതായി ഇതാക്കണുള്ളൂ. ഞങ്ങളുടെ റൂമിലേക്കൊക്കെ ഇനി ഒരു കട്ടിൽ വരാനുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് വേറെ കാണിക്കാം. തുടക്കം മുതൽ എടുക്കണം വിചാരിക്കുന്നുണ്ട്. ഇവരൊക്കെ പെട്ടെന്നായതുകൊണ്ട് ഫസ്റ്റത്തെ അതൊന്നും എടുത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യം റൂം എങ്ങനെ പിന്നെ ഓരോ പണികൾ അതൊക്കെ എടുക്കണം വെച്ചിട്ട് അതൊക്കെ ഇനിയുള്ള എടുക്കുന്നുണ്ടാ. ആദ്യത്തെ റൂം എങ്ങനെയാണ് റൂമില് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? വേറെ വെറൈറ്റിയാണ്, കളർഫുള്ളാ. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഇത് ഇവരെ ഇഷ്ടത്തിനാണ്. ഉപ്പയമ്മ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ സെറ്റ് ചെയ്യാന് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റിന്റെ മണക്കേറ്റ് ഉമ്മാക്ക് ചുമ വരും. അപ്പൊ അവർ വന്നാൽ നടക്കൂല എന്ന് അറിയണോണ്ട് വരുന്നതിന്റെ മുന്നേ ഒക്കെ സെറ്റ് ചെയ്ത് കേട്ടാ. പിന്നെ അപ്പൊ അത്രയൊക്കെ ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഭാവി ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടപ്പോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തര്. അപ്പൊ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കാണാൻ റൂം എങ്ങനെ സെറ്റ് ചെയ്യണം തോന്നണം അവർക്കൊക്കെ അതുപോലെ സെറ്റ് ചെയ്യാം. ഗൾഫിൽ ചൂട്. അപ്പൊ ഈ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പ്ലാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. പിന്നെ കഥജോബിന് പറയണ്ടേ, മറന്നിട്ടാ. ഈ വീഡിയോയിൽ കഥജോബ് ഉണ്ടാവില്ല, എവിടെയും ചോദിക്കുന്നുണ്ട് അവര്. അല്ല ഫസ്റ്റ് അല്ല, നമ്മള് ഇതിന്റെ ഇടയിൽ ഒരു വീഡിയോ ഇടാണ്ടല്ലോ, ഉപ്പയമ്മ വന്നത് ഇട്ടാ. കുഴപ്പമില്ല. അപ്പൊ ആ വീഡിയോയില് നമ്മൾ പറയുന്നുണ്ട് ജാഫർ ഖാന്റെ ഫ്രണ്ടും വൈഫും ദുബായ്. ഈ വീഡിയോ ഞങ്ങൾ ഞായറാഴ്ച ഇടാം. അപ്പൊ അവരായിട്ട് സലാലെ പോയിക്കാട്ടാ. പിന്നെ നമ്മൾ ഒരുങ്ങി ഡ്രസ്സിന്റെ ഒക്കെ പറഞ്ഞ് പറയാം. വെള്ളിയാഴ്ചയാണ്. അപ്പൊ നമ്മളൊന്ന് പുറത്ത് വെച്ചിട്ട് നിക്കണം. അപ്പൊ ഏതായാലും മറ്റേതല്ലേ വീഡിയോ എടുത്തിട്ട് അതിനായിട്ട് പോവാ വിചാരിച്ച്. അവര് സലാലെ പോയിക്കാണ്, ഞങ്ങളാരും പോയിട്ടില്ല. നമ്മൾ കണ്ടതാണ്, 2 വട്ടം പോയിട്ടുണ്ട്. അത് കാരണം പ്രഷർ മൂടില്ലായിരുന്നില്ല അല്ലേ. അപ്പൊ കഥജോബിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സലാല. അപ്പൊ അവരങ്ങനെ പോയി. അവരങ്ങനെ പോയി. ശരി, കണ്ണീര് തുടച്ചിട്ട് പറയും. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് പ്ലാൻ ഇത് തുറക്കാൻ പറ്റൂ. മരുന്ന് എന്താണ്